നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾക്കറിയാം രാഷ്ട്രീയക്കാരും ഇവിടത്തെ പോലീസ് സംവിധാനവും ഒക്കെ ആയിട്ടുള്ള ഒരു അവിഹിത അതല്ലെങ്കിൽ ഹിത ഒക്കെമായിട്ടുള്ള ബന്ധമൊക്കെ നമ്മൾക്കൊക്കെ ഒരുപാട് സുപരിചിതം തന്നെയാണ്. അതല്ലെങ്കിൽ അങ്ങാടിപ്പാട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. നമ്മൾക്കറിയാം ഇപ്പോൾ സിനിമയിലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള സിനിമ എത്രത്തോളം അഴുക്ക് നിറഞ്ഞതായിരുന്നു എന്ന് നമ്മൾക്കറിയാം. പക്ഷെ അതിനു മുൻപേ തന്നെ സിനിമാ മേഖല എന്തായിരിക്കുമെന്ന് മലയാളികൾക്കൊക്കെ ഊഹിച്ചാൽ അറിയാവുന്നത് തന്നെയാണ്. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരൻ, അതും ഒരു ഭരണകക്ഷിയിലെ MLA ആയിട്ടുള്ള PV അൻവർ എന്ന് പറയുന്ന നിലമ്പൂരിന്റെ MLA, അയാൾ കഴിഞ്ഞ ദിവസമൊക്കെ മലപ്പുറം SP വസതിയുടെ മുൻപിൽ ചെന്നുകൊണ്ടൊക്കെ വലിയ ഷോയൊക്കെ കാണിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. മലപ്പുറം SP ശശിധരൻ എന്ന് പറയുന്ന അദ്ദേഹവുമായിട്ട് ഇയാൾക്കുള്ള പകയ്ക്ക് കാരണം എന്തെന്നറിയാമോ? ഇയാളെ വല്ലാതെ PV അൻവർ എന്ന് പറയുന്ന ആ മനുഷ്യനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഏതൊരു നിലമ്പൂരുകാരനോടും ചോദിച്ചാൽ മതി. ഒരു ഗുണ്ടായിസം, ക്രിമിനലിസം ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു വ്യക്തി മാത്രമാണ് ഈ PV അൻവർ. അതല്ലാതെ അയാൾക്ക് ഒരു മഹത്വവുമില്ല. പിന്നെ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ സീറ്റ് നേടിയത് എന്നൊക്കെ ചോദിച്ചാൽ അതിനാണ് ലക്ഷക്കണക്കിന് രൂപ കൊടുത്താൽ മറിയാത്ത രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടോ, പിണറായി തമ്പുരാനുണ്ടോ എന്നതൊക്കെ ഇങ്ങോട്ട് ഉത്തരം കിട്ടുക. എന്തായാലും ഈ PV അൻവർ കോടികൾ കൊടുത്തുകൊണ്ട് നേടിയ ആ MLA സ്ഥാനം എങ്ങനെയാണ് അയാൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ടും അറിയാം. നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്തിട്ടായാലും വേണ്ടില്ല, ഈ നാട്ടിലെ ജനങ്ങളെയും ജനാധിപത്യ സംവിധാനത്തെയും കോടതി നിയമപാലകരെയും ഒക്കെ വെല്ലുവിളിച്ചിട്ടായാലും വേണ്ടില്ല, അതൊക്കെ എനിക്ക് പുല്ലാണടേ എന്നുള്ള രീതിയിൽ ഒരു പക്ക ക്രിമിനൽ മൈൻഡോട് കൂടി, ആ മുഖഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്ന അയാളും മലപ്പുറത്തിന്റെ മുൻ SP ആയിട്ടുള്ള സുജിത്ത് എന്ന് പറയുന്ന IPS കാരനും അയാളും തമ്മിലുള്ള ഒരു ടെലിഫോൺ സംഭാഷണം പുറത്തായിട്ടുണ്ട്. നമ്മൾക്ക് ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ മതി. കാരണം ഇത് PV അൻവർ തന്നെയാണ് പുറത്തു വിട്ടിട്ടുണ്ടാവാൻ സാധ്യത. കാരണം എന്തായാലും ആ ഒരു IAS കാരനായിട്ടുള്ള ആ SP ഒരിക്കലും അത് പുറത്തുവിടാൻ സാധ്യതയില്ല. അയാൾ ഇവിടെ മലപ്പുറം SP ആയിരുന്ന സമയത്ത് അദ്ദേഹം ഉൾപ്പെട്ട ഒരു കേസ്, ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ PV അൻവർ ഇന്നത്തെ മലപ്പുറം SP ഉള്ള ശശിധരൻ സാറിനെ അദ്ദേഹമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അത് ഒരുപാട് കുഴി തോണ്ടി നടക്കുന്ന അവസ്ഥയുള്ളത്. എന്തായാലും ഈ മലപ്പുറത്തിന്റെ മുൻ SP ഉള്ള സുജിത് സാർ, അദ്ദേഹവും ഈ PV അൻവർ ചോർത്തിയ, ഇവർ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണം, ആ ചോർത്തിയ സംഭാഷണം അൻവർ തന്നെ പുറത്തുവിട്ടു എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. SP എന്തായാലും അത് പുറത്തുവിടാൻ സാധ്യതയില്ല. എന്തായാലും അൻവർ പുറത്തുവിട്ട ആ ടെലിഫോൺ സംഭാഷണം ഒന്ന് കേൾക്കാം. ഇവർ തമ്മിലുള്ള ബന്ധം, രാഷ്ട്രീയക്കാരും പോലീസ് സംവിധാനവും എത്രത്തോളമാണ് ഇവിടുത്തെ പൊതുജനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇടപെടുന്നത് എന്ന് കൃത്യമായിട്ടും അറിയണമെന്നുണ്ടെങ്കിൽ ഇത് കേട്ടാൽ മാത്രം മതി. കേട്ട് നോക്കാം നമുക്ക്. ഹലോ MLA നമസ്കാരം. എന്റെ പേര് സുജിത്ത് എന്നാണ്. ഞാൻ പഴയ മലപ്പുറം SP ആണ്. നമസ്കാരം. എന്തുണ്ട് എന്റെ MLA? ഞാൻ ഇന്ന് വൈകുന്നേരം തൊട്ടിട്ട് ആകെ ഒന്ന് ഡെസ്പായിട്ടിരിക്കണം. നിങ്ങളെ വിട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഞാനൊക്കെ ഹലോ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എന്നെ വിളിച്ചിരുന്നോ? ഇത് ഞാൻ വിളിച്ചിരുന്നു. ഞാൻ അതിന്റെ കിട്ടാണ്ട് വന്നിട്ട് ഞാൻ അൽമാഷിനെ വിളിച്ചിരുന്നു. പക്ഷെ MLA നിങ്ങൾക്ക് അറിയില്ലേ, 3 വർഷം ഞാന് പാർട്ടിയുടെ MLA മാരോടോ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് പോയ ഒരാളാണ്. പക്ഷെ പോലീസിന്റെ പോലീസിന്റെ ജോലി ഞാൻ നന്നായി ചെയ്യും. അല്ല, നിങ്ങൾ എന്നോട് മോശമായി പെരുമാറിയല്ലേ കൊണ്ട്, അല്ലെങ്കിൽ പാർട്ടിക്കാരോട് MLA മാരോട് മോശമായി പെരുമാറി എന്നൊന്നും എനിക്ക് യാതൊരു അഭിപ്രായം അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നമ്മള്. ഇല്ല MLA, എന്നാൽ എനിക്കൊരു സഹായം ചെയ്യണം. അതായത് ഈ പറയുന്ന SP, ഞാനൊരു ചെറുപ്പക്കാരനാണ്. എനിക്ക് 31 വയസ്സേ ഉള്ളൂ. ഞാൻ അവിടെ ചെയ്ത ജോലി 55-ാമത്തെ 56-ാമത്തെ വയസ്സിൽ അയാൾ ചെയ്യുമ്പോൾ ഓടിയെത്താൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ വളരെ മോശക്കാരനാണ്, ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് എന്റെ താഴെയുള്ള സഹപ്രവർത്തകരോടും എല്ലാവരോടും പറഞ്ഞ് എന്റെ കൂടെ നന്നായി ജോലി ചെയ്ത ഇൻസ്പെക്ടർമാരെയും DYSPമാരെയും എല്ലാം ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. മാഷ്, നിങ്ങൾ അൽമാഷിനോട് ചോദിച്ചാൽ എന്റെ സത്യാവസ്ഥ മനസ്സിലാവും. ഞാനത് മാഷിനോട് മാത്രം വിളിച്ച് പറയും. കാരണം അവിടെ ഞാൻ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിനോട് ആയതുകൊണ്ട്. അപ്പം ഇത്രയും ഉപദ്രവങ്ങൾ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അയാള്. അപ്പം നിങ്ങൾ ആ സമ്മേളനത്തിൽ പറഞ്ഞതിൽ മനസ്സുകൊണ്ട് വളരെ സന്തോഷിക്കുക. നിങ്ങളെ വിളിക്കണമെന്ന് പോലും ഞാൻ ആഗ്രഹിക്കുക ചെയ്തൊരു മനുഷ്യനാണ്.
അല്ല SP ഇതിലെ സമ്മേളനത്തിൽ പറഞ്ഞത് എന്ന് ഈ സുജിത്ത് SP പറയുന്നത് എന്തെന്നറിയാമോ? കഴിഞ്ഞ ദിവസം പിണറായി വിജയനും മലപ്പുറത്തിന്റെ SP-യും പങ്കെടുത്ത ഒരു പ്രോഗ്രാം. ആ പങ്കെടുത്ത പ്രോഗ്രാമിൽ SP എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഒരു ജില്ലയുടെ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തമുള്ള പോലീസ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ, ജില്ലാ ഭാരവാഹി. ആ ജില്ലാ ഉദ്യോഗസ്ഥന് ഈ അൻവർ പങ്കെടുത്തൊരു വേദിയിലെത്താൻ 10ഓ 15ഓ കുറച്ച് സമയം വൈകി. അത് വൈകിയതോടുകൂടി ഞമ്മന്റെ ഈ തമ്പ്രാനുണ്ടല്ലോ, തമ്പ്രാൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് അയാളുടെ പ്രസംഗത്തിൽ അയാളുടെ തനി ഗുണ്ടാ സ്വഭാവം എടുത്തുകൊണ്ട് SP-യെ പൊതുവേദിയിൽ വെച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് അൻവർ സംസാരിക്കുന്നു. അത് കേട്ടിട്ട് SP-ക്ക് ഒരു ഭാവവ്യത്യാസമൊന്നും വന്നില്ല. കാരണം ഇതുപോലെയുള്ള ലൊക്കിളി ഊള MLA-മാരും രാഷ്ട്രീയക്കാരെയൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള SP ആയതുകൊണ്ട് തന്നെ പുള്ളി അതിനെ മൈൻഡ് ചെയ്തില്ല. ശശിധരൻ സാർ കൃത്യമായിട്ട് ഇവനെ അവഗണിച്ചുകൊണ്ട് ജസ്റ്റ് ഒരു മിനിറ്റിനുള്ളിൽ തന്റെ സംസാരം ഈ പ്രോഗ്രാമിന് എല്ലാ ആശംസകളും, കൂടുതൽ സംസാരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് ഈ PV അൻവറിന്റെ മുഖമടച്ച് അടി കൊടുത്ത പോലെ തന്നെ അദ്ദേഹം വേദി വിട്ടിറങ്ങി അദ്ദേഹത്തിന്റെ പ്രതിഷേധം ഈ ഊളയോട് കാണിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ അതാണ് ഈ ചങ്ങാതിക്ക് ഇത്ര ദേഷ്യം. അതായത് ഒരു MLA അല്ല ഏറ്റവും വലുത്, ജനങ്ങളുടെ ഭിക്ഷയിൽ വോട്ട് നേടിയ MLA അല്ല വലുത്. ഈ നാട്ടിലെ ജനങ്ങളുടെ സമാധാനവും ശാന്തിയും സ്വത്തും എല്ലാം, എല്ലാ ജീവനും അടക്കം എല്ലാം സംരക്ഷിക്കുന്ന പോലീസ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെ അപമാനിച്ച നീ അല്ല വലുത്, ഞാൻ തന്നെയാണ് വലുത് എന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സംസ്കാര പ്രകാരം അദ്ദേഹം ഇറങ്ങിപ്പോക്ക് നടത്തി. അതുകൊണ്ട് തന്നെയാണ് ഇവൻ ഇത്ര ഒരു വെറുപ്പ് അദ്ദേഹത്തോട്. കാരണം ഇവൻ കരുതിയത് എല്ലാ SP-മാരും എല്ലാ DYSP-മാരും എല്ലാ പോലീസ് സേനയിലുള്ള ആളുകളും എല്ലാവരും ഇവന്റെ അടിമ മാക്രിക്കൂട്ടങ്ങളാണ് എന്ന് ഇവൻ ധരിച്ചു പോയി. അത്തരത്തിൽ തെറ്റിദ്ധാരണ വന്നു. അതാണ് ഈ ശശിധരൻ എന്ന് പറയുന്നത് ഇന്നത്തെ മലപ്പുറം SP-യുമായിട്ട് ഇവന്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കാൻ ഞാൻ വലിയ മാർപ്പാപ്പയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഞമ്മന്റെ അമ്പറൂട്ടി ഇറങ്ങിയിരിക്കുന്നത്. അമ്പറൂട്ടി പുറത്തു വിട്ട ഓഡിയോ കേൾക്കാൻ ബാക്കി. അല്ലിപ്പോ ഞാനിപ്പോ എന്ത് ചെയ്തു എന്നാണ് ഇപ്പൊ സുജിത് SP-നെതിരെ ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? എന്റെ MLA നിങ്ങള് അറിയാലോ, കുറച്ചു പേര് നമ്മൾ ആ കസ്റ്റോഡിയിൽ എത്തുക സമയത്ത് ഞാൻ അനുഭവിച്ച വേദനകൾ ഒരു പരിധി വരെ MLA ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ കൂട്ടറിന്റെ അകത്ത് ഈ കുറെ പേര് കൂടി, ശശി കുണ്ട്രകൾ അങ്ങനെ കുറച്ച് എണ്ണം എല്ലാം കൂടി എന്നെ ഇങ്ങനെ വളഞ്ഞി ആക്രമിക്കുക. അപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റ് 1-നാണ് ആ കസ്റ്റോഡിയുടെ ഉണ്ടായത്. എന്റെ വിഷയം എന്താണെന്നറിയോ? ഇതില് എന്റെ വിഷയം ഈ പറയുന്ന വ്യക്തി, അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് പൊളിറ്റീഷ്യൻസിനോടും പൊതുപ്രവർത്തകരോടും MLA-മാരോടൊക്കെ അദ്ദേഹത്തിന് പുച്ഛാണ്. മനസ്സിലായോ? അതായത് ഒരു മനുഷ്യത്തല്ലാത്ത പെരുമാറ്റം. എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ കാര്യത്തിനല്ല വിളിക്കുന്നത്, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തില്. ഞാൻ അദ്ദേഹത്തെ കൊടുക്കുന്നത് ആ ലൈഫ് വിഷയത്തിലാണ്. ആ ലൈഫ് വിഷയത്തില് അദ്ദേഹം വളരെ മോശമായ നിലപാടെടുത്തത്. 5 സെന്റ് സ്ഥലത്ത് ഈ IPS അസോസിയേഷൻ ഞാനൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇടയ്ക്ക് പറയുന്നു തോന്നരുത്, ഞാനൊന്ന് പറഞ്ഞ വളരെ ഈ IPS അസോസിയേഷന്റെ തീരുമാനം ആ ഗ്രൂപ്പിൽ കണ്ട ആളാണ് ഞാനത് 100% MLA-യുടെ സൈഡിൽ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ തന്റെ സഹപ്രവർത്തകനെ ഒറ്റുകൊടുക്കുകയാണ് ശരിക്കും ഈ സുജിത്ത് എന്ന് പറയുന്ന ഈ IPS-കാരൻ ചെയ്യുന്നത്. അയാളുടെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി PV അൻവറിനെ സുഖിപ്പിക്കാൻ വേണ്ടി ഇന്നത്തെ മലപ്പുറം SP ആയിട്ടുള്ള ശശി സാറിനെ അദ്ദേഹത്തെ ഒറ്റുകൊടുക്കുന്ന കാര്യമാണ് കേട്ടത്. അതായത് ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതിൽ ഈ PV അൻവർ ഈ പറയുന്ന ഇന്നത്തെ SP ഉള്ള ശശി സാറെ അദ്ദേഹത്തെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചയിൽ ഇയാളത് നന്നായി അതിൽ സന്തോഷിച്ചു എന്ന് അൻവറിന്റെ പക്ഷത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സഹപ്രവർത്തകനെ ഒറ്റുകൊടുക്കുക, ഈ രാഷ്ട്രീയക്കാരനായിട്ടുള്ള അൻവറിന്റെ കാല് നക്കുകയാണ് ഈ SP ചെയ്യുന്നത്. ബാക്കി കേൾക്കാം. പരാതി ഉണ്ടെന്ന് MLA തന്നത് ലെറ്റർ പാടില്ല, അയാൾക്ക് അയച്ചു കൊടുത്തു. അത് എനിക്കെതിരെയുള്ള ഒരു പരാതിയാണ്. എന്റെ ഒരേ ഒരു റിക്വസ്റ്റ് MLA ആ പരാതി ഒന്ന് വിഡ്രോ ചെയ്യണം. അല്ല ഞാൻ അങ്ങനെയല്ല, നമ്മളത് അദ്ദേഹം ഭയങ്കര, ഞാൻ പറഞ്ഞില്ല 8 മാസമായി ആ റോപ്പ് വേയിലെ സാധനങ്ങളൊക്കെ പോയിട്ട്. ഞാനത് പറഞ്ഞപ്പോ അതായത് ഇവന്റെ അനധികൃതമായി കെട്ടിപ്പോക്കിയ ഒരു പാർക്കുണ്ട് PV അൻവർ. കോടതി പോലും പറഞ്ഞ് അതൊക്കെ തുറന്ന് തടയണയൊക്കെ തുറഞ്ഞു വിട്ട് അവിടുത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്ന് ഉത്തരവിട്ടിട്ട് പോലും ആ തടയണ പൊളിക്കാതെ കോടതിയെ വെല്ലുവിളിച്ച അവിടെയുള്ള റോപ്പ് വേ സംവിധാനമുണ്ടല്ലോ, ആ റോപ്പ് വേയിലെ എന്തോ സാധനം കളവ് പോയി എന്നും ആ കളവ് പരാതി കൊടുത്തിട്ട് SP ഇവന്റെ ആ പരാതി കൊടുത്തപ്പോഴേക്ക് അങ്ങോട്ട് പൊക്കിയെടുത്തുകൊണ്ട് ആരാണോ അത് മോഷ്ടിച്ചത് അയാളെ കണ്ടെത്തി കൊടുത്തില്ല എന്നാണ് ഇവന്റെ പരാതി. ആലോചിച്ച് നോക്കും. സ്വന്തം വ്യക്തി താല്പര്യത്തിന് വേണ്ടി ഒരു ജനപ്രതിനിധി അയാൾ ആ നാട് ഭരിക്കുന്ന അതല്ലെങ്കിൽ നാടിന്റെ ഉന്നത പോലീസ് സേനയിലെ ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചാണ് ഇവൻ പറയാൻ പോകുന്നത്. ബാക്കി കേൾക്കാം. വളച്ചൊടിച്ചാണ് പത്രങ്ങളിലും TV-യിലൊക്കെ വന്നിട്ടുള്ളത്.
ഈ അദ്ദേഹം ആ കേസിൽ ഞാൻ എനിക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു അലിഗേഷൻ പറയുമ്പോൾ എന്റെ അനുഭവമാണല്ലോ ഞാൻ ആദ്യം പറയുന്നുണ്ട്. എനിക്കങ്ങനെ അനുഭവം ഉണ്ടല്ലോ. ഈ 10,2,500 കിലോ ഉള്ള സാധനം ഒരാൾക്കും 2ആൾക്കും 10 കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പൊ സുജിത് എസ്പിക്കും അറിയാലോ. ഇത്രയും വലിയ ഒരു കളവ്, ഒരു കൊള്ള നടന്നിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ഫെയിലിയർ അല്ലേ? അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് വേറെ രീതിയിൽ അത് പോട്ടെ. അപ്പം അദ്ദേഹം ഭയങ്കര കറക്റ്റ് ആണെന്നാണ് ഇപ്പൊ എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ സത്യസന്ധനായ ഓഫീസർ അല്ല, അദ്ദേഹം കറക്റ്റ് ആയതുകൊണ്ടല്ല, ഇവനെ പോലത്തെ ഒരു ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള, ഗുണ്ടായിസ പശ്ചാത്തലമുള്ള ഒരു ചങ്ങാതിക്ക് ശത്രുവായി മാറുന്നത് അദ്ദേഹം കറക്റ്റ് ആയത് കൊണ്ട് തന്നെയാണ്. മലപ്പുറം SP എനിക്ക് അതൊരു ബന്ധവുമില്ല, അദ്ദേഹമായിട്ട് എനിക്ക് കൂറ് പുലർത്തേണ്ട ആവശ്യമില്ല. ഞാനൊരു സ്വതന്ത്ര ഇവിടുത്തെ ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അദ്ദേഹവും ഇവനും തമ്മിൽ ശത്രുത വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇവന് ശത്രുത വന്നിട്ടുണ്ടെങ്കിൽ, ഇവന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ സാറിന്റെ അടുത്ത് കൃത്യമായിട്ട് SP സാറിന്റെ അടുത്ത് സത്യസന്ധത ഉണ്ടായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഗുണ്ടകളോടും കള്ളന്മാരോടും ഒക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്താ പറയാ, രാഷ്ട്രീയ മുഖം നോക്കാതെ നടപടി എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ആരാണ് സത്യസന്ധൻ എന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിക്കുക. ഇനി ഞമ്മന്റെ അമ്പറൂട്ടി പറയുന്നു, ഒരു പരാതി കിട്ടിയാൽ അദ്ദേഹം താമസിക്കുന്ന വീടാണിത്. മുമ്പ് സുജിത് SP താമസിച്ച വീട്, ഈ അദ്ദേഹം താമസിക്കുന്ന ക്യാമ്പ് ഹൗസിൽ നിന്ന് ഇങ്ങനെ ഒരു മരം പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരാതി കിട്ടിയാൽ അദ്ദേഹത്തിന് അതിനൊരു അന്വേഷണം നടത്തി റിപ്ലൈ എങ്ങനെ കൊടുക്കണ്ടേ? MLA ഞാനൊരു കാര്യം പറയട്ടെ, ഇത് യഥാർത്ഥത്തിൽ MLA-നെ അവര് കൃത്യസമയത്തില് ഈ പോലീസുകാര് എക്സ്പ്ലോയിറ്റ് ചെയ്തതാണ്, ചൂഷണം ചെയ്തതാണ്. ഇവര് ഈ ശ്രീജിത്ത് എസ് എന്ന് പറഞ്ഞവൻ ഈ സ്വർണ്ണക്കടത്തുകാരുമായി എക്സ്പ്ലോയിറ്റ് ചെയ്താണെന്ന് പറഞ്ഞിട്ട് പിന്നെ മലയാളത്തിൽ ചൂഷണം ചെയ്താണ് പറഞ്ഞു കൊടുക്കാൻ കാരണം എന്താ അറിയാമോ? ഇവന്റെ വിദ്യാഭ്യാസമില്ലായ്മയുണ്ട് ആ SP-ക്ക് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ചൂഷണം എന്ന മലയാള വാക്ക് അവിടെ കൂട്ടിച്ചേർത്തത്. കാരണം ഞങ്ങൾക്കറിയാം ഇവിടുത്തെ MLA-യുടെ ക്വാളിറ്റിയും യോഗ്യതയും ഒക്കെ. അതുകൊണ്ടാണ് എനിക്ക് ചിരി വന്നതും കൂട്ടിച്ചേർത്തതും. എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് സസ്പെൻഷനിൽ പോയവരെ ഈ കുറച്ച് ആൾക്കാരും കൂടെ കൂടിയിട്ട് എനിക്കെതിരെ കൊടുത്ത പരാതിയാണ്. ഇതിന്റെ അകത്ത് അവസാനം എന്റെ പേരാണത് വലിച്ചടിക്കപ്പെടുകയും അല്ലെങ്കിൽ മോശമാക്കപ്പെടുകയും ചെയ്യുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒറ്റ കാര്യം എനിക്കത് ഞാനെന്താ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ അറിയാലോ. 56,000 രൂപ സോഷ്യൽ ഫോറസ്ട്രി വില ഇട്ട തേക്ക്, അത് അതെല്ലാം തെറ്റാണ്, അതെല്ലാം തെറ്റാണ്. അതെല്ലാം MLA-നെ വന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ദയവ് ചെയ്ത് MLA എന്നെ വിശ്വസിക്കണം. അല്ല, ഞാൻ സോഷ്യൽ ഫോറസ്ട്രിയിൽ വിളിച്ച് അന്വേഷിച്ചപ്പോ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് വഴി ഞാനത് സോഷ്യൽ ഫോറസ്ട്രി ഇങ്ങനെ ഒരു സംഗതി നടത്തിയിരുന്നു, അതിന് വില ഇട്ടിരുന്നു എന്ന് ചോദിച്ചപ്പോ അങ്ങനെ 56,000 രൂപ SP കോമ്പൗണ്ടിൽ ഒരു തേക്കിന് വില ഇട്ട് കൊടുത്തിരുന്നു അവര് പറഞ്ഞു. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാ? എന്റെ MLA അതൊക്കെ എനിക്ക് മുമ്പ് നടന്ന കരീമിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണ്. അത് കാലഘട്ടം അറിയില്ല. എന്തായാലും സോഷ്യൽ ഫോറസ്റ്റ് പിന്നെ ഈ 56,000 അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു രീതി അറിയണല്ലോ. ഈ 56,000-ന്റെ തേക്ക് പിന്നെ 20,000-ന് എങ്ങനെയാ വെക്കുന്നത് SP? MLA അത് എനിക്ക് മുമ്പേ നടന്നുപോയ കാര്യങ്ങളാണ്. അത് തെറ്റായിട്ട് എന്നിലേക്ക് ആരോപിക്കപ്പെടുന്നതാണ്. അത് ഫസ്റ്റ് ലേലം എടുത്തു, സെക്കൻഡ് ലേലത്തിന് ആരും വന്നില്ല, തേർഡ് ലേലം എടുത്തു. അങ്ങനെ ഓരോ ലേലത്തിനും ആള് വരാതെ ഓരോ ലേലം കഴിയുമ്പോഴും അതിന്റെ തുക കുറയുമല്ലോ അടുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലേലം ചെയ്ത് പോയ സാധനമാണ്. ഭഗവാൻ സത്യം, ഭഗവാൻ എന്നല്ല എന്ത് ഈശ്വരനായിക്കോട്ടെ, സത്യമായിട്ടും ഇത് ദയവ് ചെയ്തിട്ട് ഇത് എന്റെ പേര് മോശമാക്കാണ്ട് വന്നൊരു സാധനമാണ്. ഇയാളോടുള്ള ദേഷ്യം ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങളിപ്പോ കാര്യം നേരെ പറയാണല്ലോ നമ്മള്. പിന്നെ അതിൽ ഈ ഒരു മഹാഗണിയുടെ ഹാഫ് കട്ട് ചെയ്ത് പോയി എന്ന് പറയുന്ന എന്താ സംഭവം? എന്റെ ദൈവമേ, അതിനകത്ത് ഇവന്മാര് ഈ പറയുന്ന ഞാൻ ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം എന്ന് പറയട്ടെ, നിലമ്പൂരുള്ള ഡ്രൈവർ നോക്കൂ, നിലവിലെ ഒരു SP ആണ് ഈ MLA-യുടെ കാല് നക്കിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഓരോ സാധാരണക്കാരനും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ഒരു കോലിൽ തുണി ചുറ്റി അതല്ലെങ്കിൽ ഒരു ചെരുപ്പ് അഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ എത്രത്തോളം സുഖിപ്പിക്കേണ്ടതുണ്ട്, അവരുടെ കാല് എത്രത്തോളം ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥകളൊക്കെ പിടിക്കേണ്ടതുണ്ട് എന്നുള്ളതിന്റെ യഥാർത്ഥ പുറത്തു വന്ന ഓഡിയോ ആണിത്. ഇത് PV അൻവർ തന്നെ പുറത്തുവിട്ടതാണ്. SP എന്തായാലും ഇത് പുറത്തുവിടാൻ സാധ്യതയില്ല. അപ്പൊ ഇവന്റെയൊക്കെ ആ ഒരു മനസ്സുറപ്പ്, ചങ്കുറപ്പൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. ബാക്കി കേൾക്കാം. ആ 8 പോലീസ് സ്റ്റേഷനിലുള്ളവര് അവരും കാലാകാലങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെ മാറ്റിയിട്ട് നിലമ്പൂർ തന്നെയുള്ള, അത് എടക്കര പോത്തുകല് ആ പറയുന്ന സ്റ്റേഷനുകൾ ലിമിറ്റിലുള്ള പോലീസുകാരെ തന്നെ ഞാൻ മാറ്റി റീപ്ലേസ് ചെയ്തു. അപ്പം ഈ വന്ന പ്രായം ചെയ്യുന്ന ആൾക്കാർ കഴിഞ്ഞ 8-10 വർഷമായിട്ട് അവിടെ ഇരുന്ന ആൾക്കാർ പുതിയ പിള്ളേർ നിലമ്പൂരുകാർ റീപ്ലേസ് ചെയ്തപ്പോൾ അവര് കൂട്ടമായിട്ട് ചെയ്യുന്ന ഒരു സാധനമാണിത്. അല്ല, അപ്പൊ അങ്ങനെ മഹാഗണി അവിടെ കട്ട് ചെയ്തിട്ടില്ല. കൊമ്പുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. അത് കൊമ്പല്ല, മരം. അതായത്
ഞാൻ മനസ്സിലാക്കിയത് ഒരിക്കലും കട്ട് ചെയ്തിട്ടില്ല. ഒരു മരം, അതായത് സാധാരണ ഒരു മരം തന്നെ 2 ശിഖരമായിട്ട് മരമായി വളരുമല്ലോ, ഒരു വി ഷേപ്പില്. അതിലൊരു ഒരു 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 അതിന്റെ ഹാഫ് കട്ട് ചെയ്ത് പോയി എന്നാണല്ലോ പറയുന്നത്. തെറ്റാണ്. അതിന്റെ കൊമ്പുകൾ, വീടിന്റെ മേലിലോട്ട് കിടന്ന കൊമ്പുകൾ കട്ട് ചെയ്ത് കൊണ്ടുപോയത്. അതൊക്കെ ലേലം പിടിച്ചു പോയതിന് പ്രോപ്പർ പേപ്പറുകളുണ്ട്. അല്ല, ആ പേപ്പർ പിന്നീട് ഉണ്ടാക്കിയാന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവം തന്നെ ഉണ്ടായിരുന്നില്ല. സാധാരണ ഈ രജിസ്റ്ററില് ക്യാമ്പ് ഓഫീസ് പോലെ ഗവൺമെന്റിന് എല്ലാത്തിലും ഒരു രജിസ്റ്റർ. അതിന്റെ ടോട്ടൽ ഡീറ്റെയിൽസ് ഞാൻ അൻവർ MLA ഞാൻ എന്റെ പ്രിന്റ് എടുത്ത് കൊണ്ടുതരാം. നാളെ ആരെക്കൊണ്ടെങ്കിലും പ്രിന്റ് എടുത്ത് കൊണ്ടുതരാം ലേലം പിടിച്ചതിന്റെ സാധനങ്ങൾ. ആയിക്കോട്ടെ അതൊന്ന് വേണം എനിക്ക്. പിന്നെ ഇത് മനസ്സിലാക്കല്ലോ. നമ്മളിത് ഒരു പറ്റീഷൻ കൊടുത്തതിന് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് എന്തിനടിസ്ഥാനത്തിൽ നിങ്ങൾ വിഡ്രോ ചെയ്തെന്ന് ചോദിച്ചാൽ നമ്മൾ നാളെ അതിന് ആൻസറബിൾ ആണ്. സാധനങ്ങളെല്ലാം കൂടെ ഞാനിപ്പം ആ സാധനങ്ങളെല്ലാം MLA വാട്സപ്പ് ചെയ്ത് തരട്ടെ. വാട്സാപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. അല്ല, ഇതില് ഇപ്പൊ അന്ന് ഈ എന്താ പറയാ, നോക്കൂ, MLA വിശ്വാസം കൊണ്ട് ഔദ്യോഗിക രേഖകൾ പോലും അയച്ചു കൊടുക്കുകയാണ്. പക്ഷെ ഇയാൾ എന്താ ചെയ്തത്? ഇയാൾ ഈ ഓഡിയോ മൊത്തത്തിൽ അങ്ങോട്ട് പബ്ലിഷ് ആക്കി. എന്നിട്ടോ ഇയാൾ അങ്ങോട്ട് വലിയ നല്ല മനുഷ്യനായി, നന്മമാരായി മാറി. ഇതിപ്പോ SP ആയി മാറി. എനിക്ക് വയ്യ കേൾക്കാം. നിഷ എന്ന് പറഞ്ഞ പോലീസുകാരിയായിരുന്നല്ലോ പരാതി കൊടുത്തു പറഞ്ഞ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇനിയാണ് നിഷ എന്ന് പറയുന്ന ഒരു പോലീസുകാരിക്ക് അൻവർ കാക്ക നമ്മുടെ സുജിത് SP-യോട് ഒരു കാര്യം ഏൽപ്പിക്കുകയാണ്. അയാൾക്ക് ഇഷ്ടപ്പെട്ട PV അൻവറിന് ഇഷ്ടപ്പെട്ട ഒരു പോലീസുകാരി അവരുടെ കാര്യം ചെയ്തു കൊടുക്കണമെന്ന് SP-യോട് പറയാണ്. SP അത് ചെയ്തു കൊടുത്തില്ല എന്നുള്ളതാണ് ഞമ്മന്റെ അൻവർ കാക്കാന്റെ പ്രശ്നം. അപ്പൊ മനസ്സിലായല്ലോ ഇവര് തമ്മിലുള്ള പ്രശ്നത്തിന്റെ കാതൽ എന്ത് എന്നുള്ളത്. അതായത് എല്ലാം ഒരു ബാർട്ടർ സമ്പ്രദായമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരന്റെ മേൽ കുതിര കയറാൻ വേണ്ടി MLA ആയാലും പോലീസ് ആയാലും ഒക്കെ നമുക്ക് അറിയുന്നതാണല്ലോ. കേൾക്കാം. സംസാരിച്ച ആവശ്യമില്ല. പക്ഷെ അന്ന് സുജിത് SP എനിക്ക് തന്നിരുന്ന വാക്കെന്താ, അവർക്ക് കൊടുത്തിരുന്ന വാക്കെന്തായിരുന്നു? അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക, അവരതേ പോസ്റ്റിൽ തന്നെ നിർത്തി കൊടുക്കുക എന്നാണല്ലോ എനിക്ക് വാക്ക് തന്നിരുന്നത്. പക്ഷെ നിങ്ങളത് ചെയ്തില്ലല്ലോ. അത് വളരെ എന്നെ പോലെ ഒരു വ്യക്തി, ഒരു MLA, ഞാൻ പോട്ടെ, ഒരു MLA നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്റെ അടുത്ത് വന്ന് എങ്ങനെയെങ്കിലും ഇത് സഹായിക്കണം എന്ന് പറഞ്ഞത്. നമ്മൾ സത്യസന്ധമായി നിങ്ങളെ സഹായിച്ചു എന്നപ്പോ ആകെ പറഞ്ഞു. അതായത് റെക്കമെൻഡേഷൻ എന്നതാണ് ഇയാൾ ചെയ്തത്. കൈക്കൂലിയുടെ മറ്റൊരു ഭാഷ്യമായിട്ട് നമ്മൾക്ക് ഈ റെക്കമെൻഡേഷൻ എടുക്കാം. അതായത് SP എനിക്കൊരു ഉപകാരം ചെയ്തപ്പോൾ SP-ക്ക് ഞാൻ തിരിച്ചു ചെയ്യുന്നു. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യുക? പാരിതോഷികം അതല്ലെങ്കിൽ കൈക്കൂലി എന്നത് തന്നെയാണ്. അപ്പോൾ ഇയാളുടെ ഏതോ ഒരു പോലീസുകാരിയുടെ പേര് പറയുന്ന അവർ നിന്ന സ്ഥലത്ത് തന്നെ നിർത്തി കൊടുക്കാൻ വേണ്ടി ഈ SP-യോട് പറയുന്നു. SP ഇത് ചെയ്ത് കൊടുത്തില്ല എന്ന് പറയുന്നു. അതാണ് ഇവര് തമ്മിലുള്ള പ്രശ്നം. അപ്പോൾ അൻവറും കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ ഒക്കില്ല. കൈക്കൂലി വസ്തുക്കൾ മാത്രമാവണമെന്നില്ല, ഉപകാരങ്ങളായാലും മതി എന്നുള്ളത് അതിന്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ്. കേൾക്കാൻ ബാക്കി എന്തായിരുന്നു? അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം, അതേ പോസ്റ്റിംഗ് കൊടുക്കണം. അത് കൊടുക്കാന്ന് SP എന്നോട് വാക്ക് പറഞ്ഞ ആ വാക്ക് നിങ്ങൾ പാലിച്ചില്ലല്ലോ. MLA ഞാൻ അവരെ റിസ്റ്റേറ്റ് ചെയ്തു. എനിക്ക് ആശൻ SP എനിക്ക് പോസ്റ്റ് ചെയ്യാൻ സ്ഥലം ഏതാ? അവര് കോട്ടയത്ത് താമസിക്കുന്ന നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ, അവിടെ തന്നെ ഞാൻ കൊടുത്തു. അവരുടെ നമ്മളന്ന് പറഞ്ഞ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ, വിജിലൻസ് SP അല്ലല്ലോ. അല്ലല്ല, അന്നത് ചെയ്യാൻ പറ്റും, ഞാനത് ചെയ്യുമെന്ന് അന്ന് വാക്ക് പാലിച്ചില്ല. എനിക്കത് വളരെ മോശമായി. കാരണം അവരുടെ ബന്ധുക്കളും ബാക്കിയുള്ളവരുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കളും അവരുമായി അല്ലല്ല, ഞാൻ പറയട്ടെ, ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മള് അവർക്ക് വാക്ക് കൊടുത്ത് SP എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വാക്ക് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ നിങ്ങൾ നമുക്ക് നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തണ്ടേ? നിങ്ങൾ അങ്ങനെ പ്രശ്നമാണ്, ഒന്ന് സഹായിക്കണം എന്ന് പറയാൻ സ്വാഭാവികം. ആര് വന്ന് പറഞ്ഞാലും കുടുങ്ങിയിട്ട് വരുമ്പോൾ നമ്മൾ സഹായിക്കുക, ശത്രുവാണെങ്കിലും സഹായിക്കുന്ന, അതാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങളത് വാക്ക് പാലിച്ചില്ല SP എന്ന്. എന്റെ MLA ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. എന്റെ ജില്ലയ്ക്കുള്ളിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല സ്റ്റേഷൻ, അതായത് അവരുടെ വീട് കോട്ടയം. അവരുടെ ആവശ്യം അതായിരുന്നല്ലോ, നമ്മളല്ലല്ലോ അവരെ നല്ല സൗകര്യം അവര് പറഞ്ഞത് നമ്മൾ ചെയ്തില്ലല്ലോ. അത് ചെയ്യാൻ നിങ്ങൾ അത് പോട്ടെ, അത് പിന്നെ ഇപ്പൊ പറയുന്നില്ല. ഹലോ, ഇവിടെ കോള് കയറി, എനിക്ക് കോള് കയറി, കട്ട് ചെയ്ത. അപ്പോ അവരുടെ PR ഉള്ളപ്പോ PR തീർന്നിട്ടല്ലേ വിജിലൻസിൽ എടുക്കൂ. ആ PR തീരാന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയില്ലേ? ഞാന് ഈ കാര്യം 1 മാസം കൊണ്ടല്ലേ പോയുള്ളൂ. എന്തോ ആവട്ടെ,
അത് നിങ്ങൾ വാക്ക് പാലിച്ചില്ല. നോക്കൂ, വിജിലൻസിലേക്ക് ഇവരുടെ ഭാഷയിൽ നിന്ന് മനസ്സിലാവുന്നത് ഏതോ ഒരു പോലീസുകാരി അവരെ നിലമ്പൂർ സ്റ്റേഷനിൽ നിന്ന് വിജിലൻസിലേക്ക് മാറ്റാനോ എന്തോ കാര്യത്തിലേക്ക് മാറ്റാൻ വേണ്ടി റെക്കമെൻഡ് നടത്തി ഈ ചങ്ങാതി. അത് ഇദ്ദേഹം ചെയ്തു കൊടുത്തില്ല എന്നുള്ളതാണ് പരാതി. ആലോചിച്ച് നോക്കൂ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇത് ഇവർ സംസാരിച്ച ഓഡിയോ ഇവരിൽ ഒരാൾ തന്നെ പുറത്തു വിടുക, അങ്ങനെ നമ്മൾ അറിയാം. അപ്പോൾ ആരെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്? ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളെയും നിയമ സംവിധാനങ്ങളെയും എല്ലാത്തിനെയും തന്നെയാണ്. ജനങ്ങൾ ആരാണ്? ജനങ്ങളാണ് ഗോവിന്ദ, കോഴികൾ, അതല്ലെങ്കിൽ മണ്ടന്മാരായിട്ടുള്ള ജന്തുക്കൾ, അതല്ലെങ്കിൽ മലയാളീസ്, മണ്ടൻ മലയാളീസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി പെടുന്നത്. ഇനിയുണ്ട് കേട്ടോ, കുറച്ചും കൂടെ കേൾക്കാൻ ബാക്കി. സത്യത്തിൽ അവരുടെ ഇടയിലും അവരുടെ കുടുംബത്തിന്റെ ഇടയിലും അവരെ ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിലും നമ്മൾ വളരെ മോശക്കാരനായി. കാരണം അന്ന് തന്നെ അവര് പറഞ്ഞാണ്. അല്ല, ഞാൻ പറയട്ടെ, അവരന്ന് ഞാൻ ഈ കാര്യം പറയുമ്പം MLA നിങ്ങൾ വിചാരിക്കുന്ന പോലെ അയാൾ നിങ്ങളെ ചതിക്കും, അയാൾ വാക്ക് പാലിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വീണ്ടും നിങ്ങളെ വിളിച്ചു. അപ്പൊ നിങ്ങൾ പറഞ്ഞ MLA ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാനല്ല പറയുന്നത്, ഞാൻ വാക്ക് പാലിച്ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങളെ വാക്ക് പാലിച്ചില്ല. നമ്മളെ ഒരു ആവശ്യമില്ലാതെ അതിൽ ഇട്ട് നിങ്ങൾ നിങ്ങളെ കാര്യം നടത്തിപ്പോയി. അതാണ് അതിലുണ്ടായത്. അയ്യോ, അങ്ങനെ പറയരുത്, ഭയങ്കര വേദനയുള്ള വാക്കാണ്. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. ഞാനത് MLA സംസാരിക്കുന്നത് ഞാൻ നവംബർ തുടക്കത്തിലാണ്, അല്ല ഒക്ടോബർ അവസാനത്തില്. നവംബർ 13 ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയി. നമ്മൾ സംസാരിച്ചിട്ട് 2 ആഴ്ച കൂടി ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയി. എനിക്ക് അവിടെ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക, അവരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യുക, അത് 2 ഞാൻ ചെയ്തു. ആ സമയത്ത് അവരുടെ PR-ന് മെമ്മോ ഇഷ്യൂ ചെയ്തതേ ഉള്ളൂ. എൻക്വയറി തീരണ MLA-ക്ക് അറിയാം എങ്ങനെ പോലും 2 മാസം എടുക്കുമെന്ന്. അതിന് മുമ്പേ അവിടെ ട്രാൻസ്ഫർ ആയി പോയ ആളാണ് ഞാൻ. ആ എൻക്വയറി ഒക്കെ 2 ദിവസത്തിൽ ഞാൻ തീർക്കാതെ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞിരുന്നത്. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഓരോ സമയത്ത് നിങ്ങൾ ആവശ്യമില്ലാമെന്ന് പറയുന്നതല്ലാതെ അതിനർത്ഥം എന്തായാലും എനിക്കൊരു ആവശ്യമില്ലാതെ ഇപ്പോഴും ആ സ്ത്രീ എല്ലാവരോടും MLA എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് നടക്കുക. എനിക്കിതിന് വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ ജീവിത പ്രശ്നമാണ്, ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മൾ സഹായിച്ചല്ലേ നമ്മൾ ചെയ്ത തെറ്റ്. അയ്യോ, അങ്ങനെ പറയുന്നല്ലേ. ഞാൻ MLA-ക്ക് ഒരിക്കലും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഞാൻ MLA നിങ്ങൾ ഭയങ്കര ദ്രോഹം ചെയ്തത്. നമ്മൾ വേറൊരു കാര്യത്തിൽ നിങ്ങള് വിളിച്ചത്, നിങ്ങൾ എന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടല്ലേ. ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ 3 വർഷം അവിടെ നിന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. MLA ഞാനിപ്പോ എന്താ പറയാ, ഞാനിപ്പം MLA ഇത് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഭയങ്കര വിഷമത്തോടെ വിളിച്ചതാണ്. അല്ല, നിങ്ങളിപ്പോ അതിന്റെ ഡീറ്റെയിൽസ് അയക്കൂ. ഞാൻ മനസ്സിലാക്കിയതും എനിക്ക് കിട്ടിയത് വിവരങ്ങൾ തെറ്റാണെങ്കിൽ അതാണിപ്പം MLA-ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ ഓർഡേഴ്സ് ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ട് ദയവ് ചെയ്തിട്ട് ആ പെറ്റീഷൻ ഒന്നും, കാരണം ഇവരുമായിട്ടുള്ള യുദ്ധത്തിൽ എന്റെ പേര് വെറുതെ വലിച്ചഴിക്കപ്പെട്ടാൽ ഒന്നാമത് ഞാൻ കുറെ സഫർ ചെയ്ത ഒരാളാണ്. ഞാനിപ്പോ ഒരു മനസ്സമാനമായിട്ട് ഇവിടെ ഇരിക്കുക. എന്നെ ഒന്ന് സഹായിക്കണം. ദയവ് ചെയ്ത് ആ പെറ്റീഷൻ ഒന്ന് വിഡ്രോ ചെയ്യണം. അതാണ് എന്റെ റിക്വസ്റ്റ്. അല്ല, അത് ഞാൻ നോക്കാം. അതിന് സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിന് സ്റ്റാൻഡ് ചെയ്യാൻ എടുക്കും. ഞാൻ അയച്ചിട്ടുണ്ട്. ഞാൻ MLA-ക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഓക്കെ. നോക്കൂ, ഒരു ഉദ്യോഗസ്ഥൻ എത്രത്തോളം താഴേണ്ടി വരുന്നു, അതും ഒരു ഈർക്കിലിയുടെ, ഈ കേരളത്തിൽ മാത്രമുള്ള ഒരു ഈർക്കിൽ പാർട്ടിയുടെ ഒരു MLA-യോട്, അതും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. എന്തുകൊണ്ടാണ് ഇയാൾ സ്വതന്ത്രനായതെന്ന് അറിയാമോ? കാശ് കൊടുത്ത് ഇവിടെ മത്സരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ ഇവനെ നിർത്തിയില്ല എന്നുള്ളതാണ് സത്യം. ആ സമയത്തൊക്കെ കൃത്യമായിട്ട് എനിക്കറിയാം. ഞാൻ നമ്മുടെ ആ ഒരു BJP രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്നതിന് ശേഷമാണെങ്കിൽ പോലും എന്റെ കുടുംബം പൂർണ്ണമായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലായതുകൊണ്ട് തന്നെ എല്ലാ കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥ സഖാക്കന്മാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരുപാട് വിഷമങ്ങളുണ്ട്. അതായത് ഇവനെ പോലെ ഒരുത്തനെ സഹിക്കേണ്ടി വന്നു, കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിക്കൊണ്ട് പാർട്ടിക്ക് സഹിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ എത്രയോ മുൻപേ ഈ പാർട്ടി വിട്ടുകൊണ്ട്, അതല്ലെങ്കിൽ ഇന്നും ഈ പാർട്ടി വിട്ട് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ മനസ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എത്രയോ വർഷങ്ങൾക്ക് മുൻപേ നമ്മൾ വിടേണ്ടതായിരുന്നു ഇത്, എന്നിരുന്നാലും നമ്മൾ വൈകിയില്ലല്ലോ എന്ന ആ ഒരു സന്തോഷത്തോടു കൂടി ഇന്നത്തെ ഈ ലോകത്താകെ അവശേഷിച്ചിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റ് നരഭോജി പാർട്ടി വിട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ഇരകൾ സഹി കെട്ടുകൊണ്ട് തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇവനെ പോലത്തെ ഒരുത്തന് വേണ്ടി ഒരു SP അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനവും അഭിമാനവും സംസ്കാരവും പണയം വെച്ച് സംസാരിക്കുക, അത് ഇവനെ പോലത്തെ ഒരുത്തൻ തന്നെ പുറത്തു വിടുക എന്നൊക്കെ പറയുമ്പോൾ പുച്ഛം എന്നല്ലാതെ എന്താ പറയാ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.